നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ശമര്യയിൽ 2 ദിവസം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 42 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവൻ്റെ അടുക്കൽ വന്ന് തങ്ങളോടുകൂടെ പാർക്കണം എന്നവനോട് അപേക്ഷിച്ചു. അവർ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയിലേക്ക് പോയി. ശമര്യയിലെ ഒരു സ്ത്രീ അവളുടെ പട്ടണത്തിൽ ചെന്ന് ജനത്തോട് പറഞ്ഞു, യോസേഫിൻ്റെ കിണറ്റുകരയിൽ മശിഹ വന്നിട്ടുണ്ട്. അവരത് വിശ്വാസത്തിലെടുത്തു, മുഖവിലയ്ക്കെടുത്തു, തള്ളിക്കളഞ്ഞില്ല. കാരണം പണ്ട് ശമര്യർ അശൂർക്കാരായിരുന്നു, വിഗ്രഹാരാധികളായിരുന്നു. അശൂർ രാജാവ് സൻഹരീബ് അവരെ ശമര്യ പിടിച്ചടക്കി ഇവിടെ കൊണ്ടേയാക്കി. ഇവിടുത്തെ കുറേ ആളുകളെ അടിമകളായിട്ട് അങ്ങോട്ട് പിടിച്ചുകൊണ്ടുപോയി. അവിടുന്ന് വന്ന ആളുകൾ 5 സ്ഥലത്തു നിന്നാണ് വന്നത്. ബാബേൽ, കൂത്ത, ഹൗവ, സഫർവയും അങ്ങനെയുള്ള 5 സ്ഥലത്തു നിന്നാണ് അവർ വന്നത്. 5 സ്ഥലത്തുള്ള ആളുകൾ 5 ദേശീയ ദേവന്മാരെ ആരാധിക്കുന്നവരായിരുന്നു. നേർഗാല്, അശീമ, അദ്രമേലേക്ക്, അനാമേലേക്ക് തുടങ്ങിയവയായിരുന്നു അവരുടെ 5 ദേവന്മാർ. പക്ഷേ അവരിവിടെ വന്നിട്ട് യഹോവയെ ആരാധിക്കാതിരുന്നതുകൊണ്ട് അവർക്ക് കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവം ഉണ്ടായി. അക്കാര്യം രാജാവ് അറിഞ്ഞപ്പോൾ രാജാവ് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയ പുരോഹിതന്മാരെ ചെല്ലി ഇങ്ങോട്ട് അയച്ച് ഇവിടെ വേദപ്രമാണം അവരെ പഠിപ്പിക്കാൻ പറഞ്ഞു. എന്തായാലും അവർ കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് യഹോവയെ ഭജിക്കുകയും വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പുറമേയുള്ള പാട്ടൊക്കെ യഹോവയുടേത്, യഹോവയുടെ ഭജനപ്പാട്ട്. എന്നാൽ അവരുടെ സേവ രഹസ്യമായ വിഗ്രഹങ്ങളായിരുന്നു. പിന്നീട് അവർ പഠിച്ചുകൊണ്ട് വന്ന മന്ത്രവാദവും ദുർമന്ത്രവാദവും ഒക്കെ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ശമര്യ. അവിടെ അതുകൊണ്ട് ദൈവശാപം ശരിക്കുണ്ടായിരുന്നു. പലരും കുഷ്ഠരോഗികളായിരുന്നു, കള്ളന്മാരായിരുന്നു, അതുപോലെ ഭൂതബാധിതരായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു ശമര്യ. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവർ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ പ്രമാണമാക്കി ഗെരീസി മലയിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അവർ യഹോവയെ ആരാധിക്കുന്നവരായിട്ട് മാറി. പക്ഷേ യഹൂദന്മാരവരെ അംഗീകരിച്ചില്ല. അവരുടെ സ്ഥലത്തൂടെ പോവുകയോ അവരിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കുകയോ ശമര്യൻ എന്ന് പറയുക പോലും അവർ അന്യജാതിക്കാരൻ എന്നാണ്. യേശു ശമര്യക്കാരൻ്റെ ഉപമ പറഞ്ഞപ്പോൾ ഈ ശമര്യക്കാരൻ എന്ന് യേശു പറഞ്ഞെങ്കിലും അവർ ആ വാക്കുപോലും പറയത്തില്ല. അതാണ്. പക്ഷേ യേശു ശമര്യയിൽ ചെല്ലുകയും അവരോട് ദൈവവചനം പറയുകയും ചെയ്തു. ഈ ശമര്യ സ്ത്രീയെ പോലെ തന്നെ ആ പട്ടണത്തിലുള്ള ആളുകൾ, അതായത് സത്യാന്വേഷികളായിരുന്നു. അതാണ് യേശു പറഞ്ഞത്, നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു. അവർ ദൈവത്തെ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ഭക്തി ഉണ്ടെന്നും യെരുശലേം ദേവാലയത്തിലെ ആരാധന അതാണ് ദൈവം ബൈബിളിൽ കൽപ്പിച്ചിട്ടുള്ളതെന്നും അവർക്കറിയാമായിരുന്നു. സത്യം അറിയാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അതറിഞ്ഞുകൊണ്ടാണ് യേശു അവിടേക്ക് വന്നത്. ശമര്യ സ്ത്രീ കിണറ്റുകരയിൽ സത്യാന്വേഷിയായിട്ട് വരുന്നു. തങ്ങളുടെ വ്യാപാര സ്ഥലങ്ങളിൽ, കൃഷിസ്ഥലങ്ങളിൽ ആളുകൾ സത്യാന്വേഷികളായിരിക്കുന്നു എന്ന് യേശുവിനറിയാമായിരുന്നു. യേശു ശമര്യ സ്ത്രീയുടെ വാക്ക് കേട്ട് വന്നവരോട് ദൈവവചനം പറഞ്ഞു. വളരെ ആളുകൾ വിശ്വസിക്കുവാനിടയായി എന്നാണ് നാം വായിച്ചത്. 2 ദിവസം ഞങ്ങളോട് താമസിക്കണമെന്ന് പറഞ്ഞു. യേശു
2 ദിവസം അവരോടുകൂടെ താമസിച്ച്, അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചു, അവർ കൊടുത്ത വെള്ളം കുടിച്ചു, അവർക്ക് ആത്മീയ സത്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അവരിലെ രോഗികൾക്കൊക്കെ സൗഖ്യം നൽകി. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇനി ശമര്യ സ്ത്രീയായ നിന്റെ വാക്കുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ ഇവൻ ലോകരക്ഷിതാവ്, അതായത് ദൈവത്തിൻ്റെ പുത്രൻ രക്ഷിതാവായി അല്ലെങ്കിൽ മശീഹയായി ക്രിസ്തുവായി വന്നതാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമായിരിക്കുന്നു എന്ന് അവർ പറയാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്ക് ആ ബോധ്യം ഉണ്ടാകണം. സുവിശേഷം കേട്ട് എന്തു ചെയ്യണം? അവർ യേശുവാണ് ദൈവം, യേശുവാണ് എനിക്കായി കുരിശിൽ യാഗമായത്, എൻ്റെ നരകം യേശു അനുഭവിച്ചു, യേശു എന്നെ സ്നേഹിച്ചു എന്ന് തിരിച്ചറിഞ്ഞ് ആ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. കുറെ കാലമായിട്ട് ഈ സുവിശേഷ പ്രസംഗത്തിന് പകരം അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രഹസനങ്ങൾ ചിലരൊക്കെ നടത്താറുണ്ട്. ആർക്കും രോഗസൗഖ്യമൊന്നും ഉണ്ടാകുന്നില്ല, മുടന്തരൊന്നും നടക്കുന്നില്ല, ചെകിടരൊന്നും കേൾക്കുന്നില്ല, കുരുടരൊന്നും കാണുന്നില്ല. വല്ല വേദനയോ ഒക്കെ ഉള്ളവർ അവർ സാക്ഷ്യം പറയും, എനിക്ക് വേദനയായിരുന്നു, ഇപ്പോൾ കുറഞ്ഞു എന്നൊക്കെ പറയും. അത് വാസ്തവം പറഞ്ഞാൽ അത് സൈക്കോളജിക്കലാണ്. യേശുവിൻ്റെ കാലത്തോ അപ്പോസ്തലന്മാരുടെ കാലത്തോ നടന്നതുപോലെയുള്ള യാതൊരു അത്ഭുതവും ഇന്നുണ്ടാകത്തക്ക വണ്ണം അത്ഭുത രോഗശാന്തി വരമുള്ള ഒരാൾ പോലും ഇന്ന് ലോകത്തില്ല. അത്ഭുത രോഗശാന്തി വരമുള്ള ആരും ലോകത്തില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവത്തിന് ഏത് രോഗത്തിനും സൗഖ്യം തരാൻ സാധിക്കും, നമ്മുടെ പ്രാർത്ഥന കേട്ട്. എന്നാൽ രോഗശാന്തി വരമുള്ള ആള് കൈവച്ചാൽ മതി, അല്ലെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു വാക്ക് പറയുന്നതിനാൽ, കൈവെക്കുന്നതിനാൽ രോഗസൗഖ്യം ഉണ്ടാകാൻ കഴിവുള്ള, രോഗശാന്തി വരമുള്ള ഒരാൾ പോലും ലോകത്തില്ല. ഉണ്ടായിരുന്നു, അപ്പോസ്തലന്മാരുടെ അല്ലെ 1-ാം നൂറ്റാണ്ടിൽ രോഗശാന്തി വരമുണ്ടായിരുന്നു, വളരെ ശരിയാണ്. എന്നാൽ ഇന്ന് രോഗശാന്തിയുണ്ട്. ഇന്ന് പ്രാർത്ഥനയാൽ, അതാണ് യാക്കോബിൽ ലേഖനം ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ നിങ്ങളുടെ പ്രാദേശിക സഭയിലെ മൂപ്പന്മാരെ അറിയിക്കട്ടെ, അവർ വന്ന് എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കും. അപ്പോൾ ഇന്ന് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് ആവശ്യം. പ്രാർത്ഥനയ്ക്ക് എല്ലാ കാലത്തും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ വരമുള്ള ആളുകൾ ഇന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സുവിശേഷം കേട്ട് യേശു എനിക്കായി കുരിശിൽ യാഗമായി എന്ന് കേട്ട് വേണം വിശ്വസിക്കാൻ, അത്ഭുതം കണ്ടല്ല. ടി വിയിലൊക്കെ ചില ആൾ പറയാറുണ്ട്, ഞാൻ അത്ഭുതം കണ്ടാണ്, ഞാൻ കേട്ടല്ല, അത്ഭുതം കണ്ടാണ് ഞാൻ സഭയിൽ വന്നിരിക്കുന്നത്, സ്നാനപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ. അത് ശരിയല്ല. ബൈബിൾ പറഞ്ഞ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ആരും അയക്കാതെ എങ്ങനെ പോകും, പോകാതെ എങ്ങനെ പ്രസംഗിക്കും, പ്രസംഗിക്കാതെ എങ്ങനെ വിശ്വസിക്കും, വിശ്വസിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും. എന്താണ് വിശ്വസിക്കേണ്ടത്? ദൈവമായ യേശു മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യനെ നരകമേറ്റ് കുരിശിൽ യാഗമായി, എൻ്റെയും കൂടെ നരകമാണ് യേശു അനുഭവിച്ചത്, എന്നെ യേശു സ്നേഹിച്ചു, യേശുവെ ഞാൻ അങ്ങേ കൈക്കൊള്ളുന്നുവെന്ന് ആ കുരിശിലെ കള്ളനെ പോലെ പറഞ്ഞ് യേശുവിനെ ദൈവമായി രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ ശിഷ്യനായി തീരണം. ഇതാണ് രക്ഷാമാർഗം. അല്ലാതെ എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടു അതുകൊണ്ട് ഞാൻ ദൈവഭാഗത്തേക്ക് വരുന്നു എന്ന് പറയരുത്. ദൈവത്തിന് എല്ലാ കാലത്തും അത്ഭുതം ചെയ്യാനൊക്കെ സാധിക്കും. ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യന് വേണ്ടി യാഗമായി, കുരിശിൽ യാഗമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ആശ്ചര്യമായിരിക്കും. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കാം. നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായ കാര്യം ദൈവം നമുക്ക് വേണ്ടി കുരിശിൽ യാഗമായതാണ്. അത്രത്തോളം ദൈവം താണു എന്നുള്ളതാണ്, അത്രത്തോളം നമ്മൾ സ്നേഹിച്ചു എന്നുള്ളതാണ്. യേശുവിനെ രക്ഷകനായി കേട്ട് വിശ്വസിച്ച് അത് ഏറ്റുപറഞ്ഞ് യേശുവിനെ അംഗീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ അത്ഭുതം കാണുമ്പോഴുണ്ടാകുന്ന ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഇമോഷൻ അല്ല നമ്മളെ രക്ഷിക്കുന്നത്. മറിച്ച് യേശുവിനെ ദൈവമായി സ്വീകരിക്കുമ്പോൾ യേശു നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അതാണ് നാം പുതിയ സൃഷ്ടിയായി അങ്ങനെയാണ് തീരുന്നത്. കർത്താവ് ആ പാഠം നമ്മെ പഠിപ്പിക്കട്ടെ. ശമര്യർ പറയുകയാണ്, ഞങ്ങൾ തന്നെ കേട്ട് അത് മനസ്സിലാക്കി യേശുവിനെ ദൈവമായി രക്ഷിതാവായി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.